ഫെബ്രുവരി 2-ാം തീയതി ഡൽഹിയിൽ വെച്ച് നടന്ന നാഷണൽ മൈക്രോ ഡ്രാമ കോമ്പറ്റീഷൻ്റെ പാർട്ട് 1 വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. കെട്ടും പാണ്ടൊക്കെ എടുത്തിട്ട് ഓട്ടോയിലാണ് ഞാൻ ചെന്നൈ സെൻട്രലിലേക്ക് പോയത്. എപ്പോൾ സെൻട്രലിൽ എത്തിക്കഴിഞ്ഞാലും ആദ്യം ഒരു കോഫി, അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി പരിപാടി. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി. ഞാൻ വരുന്നതിൻ്റെ മുന്നേ നമ്മുടെ ആളുകൾ, അതായത് ഡ്രാമയിൽ പങ്കെടുക്കാനുള്ള ബാക്കി എല്ലാവരും വന്ന് നമ്മളുടെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റായിരുന്നു കേട്ടോ. ചേക്ക് വിട്ട് പുറത്ത് നാടകം കളിച്ചത് ഇതിൻ്റെ മുന്നേ ഹൈദരാബാദ്, തൃശ്ശൂർ, പൂനെ എന്നീ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും വലിയൊരു യാത്ര. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ട്. ഉള്ളത് പറയാലോ, ട്രെയിന് പുറപ്പെട്ട ഉടനെ ഞാൻ കടന്നുറങ്ങി. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ രാവിലെ 4 മണിക്ക് ചായ കൂടി സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു യാത്രയിൽ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഒരു 3-4 ദിവസം നമ്മൾ ട്രെയിനിൽ തന്നെയാണ്. ഞാൻ ഒരു ഗ്ലാസ് ചായ പോലും ട്രെയിനിൽ നിന്ന് വാങ്ങി കുടിച്ചിട്ടില്ല കേട്ടോ. സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഓരോ വീഡിയോ കാണുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് അങ്ങോട്ട് അത് കുടിക്കാൻ തോന്നിയില്ല. ഒരു വ്യാഴാഴ്ച രാത്രി 10 മണിക്കാണ് നമ്മൾ ട്രെയിനിൽ യാത്ര ആരംഭിച്ചത്. വ്യാഴം കഴിഞ്ഞ് വെള്ളിയും കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ ആണ് നമ്മൾ ഡൽഹിയിലെത്തുക. അപ്പോൾ ആ ഒരു ഫ്രൈഡേ നമ്മൾ ഫുൾ ഡേ ട്രെയിനിലായിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു ദിവസം കടന്നു പോകാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം. കുറേ ഫോട്ടോ എടുത്തു, കുറേ വീഡിയോസ് എടുത്തു, കുറേ റീലെടുത്തു. എന്തൊക്കെ ചെയ്താലും നമ്മൾ പകൽ നമുക്കങ്ങോട്ട് എന്ത് ചെയ്താലും സമയം പോകില്ല. ഒരു ഗ്രൂപ്പായിട്ട് പോയിട്ട് എത്ര ബോറടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ ഓഫീസ്, പിന്നെ ഫാമിലി, ഇതൊക്കെ വിട്ടിട്ടാണ് ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഡൽഹി പോണത്. അപ്പോൾ ട്രെയിനിലിരുന്നാലും എല്ലാവരും അവരുടെ ജോലികൾ ചെയ്യുന്നു, ഓഫീസ് വർക്ക് ചെയ്യുന്നു, പിന്നെ വീട്ടിലോട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. എനിക്ക് പിന്നെ ഇവിടെ പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം എത്തും. അപ്പോൾ പിന്നെ അതുവരൊന്നും പിള്ളേരെ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം എൻ്റെ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമായിരുന്നു. ട്രെയിനിലത്തെ ഫുഡ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. ഈ കാണുന്ന ഈ ചായ കൊണ്ടുവരുന്ന ചേട്ടൻ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. നമ്മളെല്ലാ പ്രാവശ്യവും ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് ചായ വാങ്ങിയിരുന്നത്. തണുപ്പടിച്ച് വെയ്യാണ്ടായപ്പോൾ ഏതോ ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ ഒന്ന് പുറത്ത് വെയിൽ കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാണ്. സ്റ്റേഷൻ ഏതാണെന്ന് കാണിച്ചുതരാം. പിന്നെ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലും തിന്നാനുള്ള സാധനങ്ങളായിട്ട് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ എന്തെങ്കിലും മാലിയം വള അങ്ങനത്തെ വിൽക്കാനായിട്ടും വരും. ഈ റീലുണ്ടല്ലോ, ഇത് എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടാണെന്നറിയൊന്നും കളിച്ചത്. പിന്നെ ഈ ഹിന്ദിക്കാരൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ചമ്മലുണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര വൈബായതുകൊണ്ട് ആര് നോക്കിയാലും നമുക്കൊരു പ്രശ്നമില്ലാന്നായി. അങ്ങനെ ഡൽഹിയിലെത്തി. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഇതിൻ്റെ ഉള്ളിലേക്കാട്ടും തണുപ്പാണ്. ഭയങ്കര മഞ്ഞാണ്. 2 ദിവസം കൊണ്ട് ഡൽഹി എത്തിയപ്പോഴേക്കും കണ്ടോ എത്ര വൃത്തികേടുകളാണ്. ഞാനടക്കമുള്ള യാത്രക്കാർ അവിടെ നിലത്തിട്ട് തന്നെ. അവിടെ വേസ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ ആരും കൊണ്ടിടില്ല. പിന്നെ അവിടെ ജോലിക്കാരുണ്ട് കേട്ടോ അതൊക്കെ വൃത്തിയാക്കാൻ. നമ്മൾ നിസാമുദ്ദീനിൽ നിന്നാണ് ട്രെയിൻ ഇറങ്ങിയത്. ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടെ പെട്ടിയും പൊക്കണൊക്കെ എടുത്തിട്ട് ചാടി ഇറങ്ങി. കാരണം എന്താ വെച്ചാൽ 2 ദിവസമായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ബോറടിക്കില്ലേ, അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ഇറങ്ങി. ഞാനേ പാർട്ട് 1 പറഞ്ഞിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടമായൊരു സാധനമാണ് ഈ മഫ്ലർ എന്ന് പറഞ്ഞത്. ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അമ്മാതിരി തണുപ്പായിരുന്നു അവിടെ. ബൈ ദ വേ, ഡൽഹിയിൽ പോയി വന്ന ആ ഒരു കോൾഡ് എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. ഡൽഹിയിൽ നമ്മുടെ താമസ സൗകര്യം കേരള ഹൗസിലായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കേരള ഹൗസിലാണ് താമസം. പെർ ഹെഡ് 300 രൂപയാണ്. ഡോർമെറ്ററിയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇറ്റ്സ് ഓക്കെ. അവിടെ ചെന്ന് ഈ കേരള ഹൗസ് കണ്ടപ്പോൾ 300 രൂപയോ, അത് വളരെ ചീപ്പാണല്ലോ. മാത്രമല്ല ഒരു ഭയങ്കര സംഭവമാണല്ലോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഓഫീസിൽ നിന്നും മാറി ഒരു 1.5-2 കിലോമീറ്റർ അപ്പുറത്ത് കാണുന്ന ഈ സ്ഥലത്തായിരുന്നു നമ്മുടെ താമസം. ഇനി ഒളിഞ്ഞതാണെങ്കിലും സംഭവം സൂപ്പറായിരുന്നേ. അങ്ങനെ ഫെബ്രുവരി 2-ാം തീയതി LTG ഓഡിറ്റോറിയത്തിൻ്റെ ബാക്ക് സൈഡിൽ എല്ലാവരും കൂടെ എന്നെ കരിവാരി തേക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരുതേച്ച് ഞാനൊരു പരുവമായി. ഇതിനൊക്കെ ഒരു ഫലം ഉണ്ടായി. അതെന്താണെന്നല്ലേ, നമ്മുടെ മൃത്തിക നാടകം രചിച്ച ശ്രീ ദീപക് സുധാകരനാണ് ബെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത്. വേറെ എന്ത് വേണം. പ്രഥമ ഓംചേരി NN പിള്ള അവാർഡ് കിട്ടിയ ശ്രീ ദീപക് സുധാകരനെ ആദരിക്കുന്ന ദൃശ്യങ്ങളാട്ടോ കണ്ടത്. ഇന്നലെ ഡ്രാമ കഴിഞ്ഞു. രാത്രി ഒരു 11 മണിയായി എത്തിയപ്പോൾ. ഇന്ന് രാവിലെ നേരത്തെ എണീച്ച് എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെന്നൊക്കെ വിചാരിച്ചേ. പക്ഷേ ഇന്നലെ വന്ന ക്ഷീണത്തിൽ നമ്മളെല്ലാവരും ഭയങ്കര ഉറക്കം. ഇന്ന് രാവിലെ 7 മണിക്കാണ് എണീച്ചത്. അപ്പോൾ ഇന്ന് 9 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ ഇനിയിപ്പോൾ കറക്കം ഒന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നണത്. ഈ സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും ഡൽഹിയിലാണെന്നൊന്നും പറയില്ല. നമ്മുടെ നാട്ടിലത്തെ സെയിം വൈബാണ്. ഞാനാണെച്ചാൽ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് സ്വെറ്റർ എടുക്കാണ്ട് പുറത്തിറങ്ങി. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ശരി, ബൈ. ഡൽഹി വരെ പോയ സ്ഥിതിക്ക് ചുമ്മാ തിരിച്ചു വന്നാൽ അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് 1-2 സ്ഥലങ്ങളിൽ മാത്രം പോകാമെന്ന് തീരുമാനിച്ചു.
അപ്പോൾ നമ്മൾ ഡ്രാമ കഴിഞ്ഞിട്ട് ആദ്യം വന്നത് ഡൽഹിയിലുള്ള രാജ്ഘട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും കണ്ടോ, ബാക്കി നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം. ഇവിടെ ഭയങ്കര വെയിൽ. ഞാൻ തണുപ്പായതുകൊണ്ട് വെയിൽ ഇത്ര ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് ഞാൻ കോട എടുത്തില്ല. എന്തായാലും ബൈ ദ വേ, പഠിക്കാൻ വിട്ട സമയത്ത് ഞാൻ മര്യാദയ്ക്ക് പഠിക്കാത്തത് കൊണ്ട് ഗാന്ധിജിയുടെ ഈ ഒരു പ്ലേസിനാണ് രാജ്ഘാട്ട് എന്ന് പറയുന്നത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ ആം സോറി. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഗാന്ധിജി വിശ്രമം കൊള്ളുന്ന സ്ഥലം. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ ഉണ്ട്. രഘുപതി രാഘവ രാജാറാം പാട്ടൊക്കെ പാടുന്നുണ്ട്. എൻ്റെ ക്യാമറാമാനൊത്തി കൂടെ ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമം ഞാൻ നല്ലോണം അറിഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ തെക്കും വടക്കും നോക്കി നിന്ന് കഴിഞ്ഞാൽ ക്യാമറാമാനൊത്തി വളരെ നല്ല രീതിയിൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കും. ഇത് ഞാൻ തന്നെ കുറേ സെൽഫി വീഡിയോസ് എടുക്കുക എന്നുള്ളതല്ലാതെ വേറൊരു വഴിയും കണ്ടില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് പൂക്കളുടെയും കായ്കളുടെയൊക്കെ വീഡിയോ എടുത്തിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ തിന്നണം, നാട്ടിൽ പോയാൽ പാമ്പിൻ്റെ നടുക്കഷ്ണം കഴിക്കണം എന്നുള്ളൊരു ചൊല്ലുള്ള മാതിരി നമ്മൾ രാവിലെ സാമ്പാറും ചോറൊക്കെ കൂട്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഡൽഹിയിൽ തന്നെയാണ്. ഇവിടുത്തെ ഫുഡ് ആദ്യത്തെ 1-2 ദിവസം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഐ മീൻ ആസ്വദിച്ച് കഴിച്ചു. പിന്നെ കുറച്ച് ചോറ് കിട്ടിയാൽ മതി എന്നായി. അവസാനം ഇവിടെ കുത്തബ് മിനാർ കാണാൻ വന്നപ്പോൾ വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട്, വേറെ ഒന്നുമല്ല എനിക്കിഷ്ടമുള്ള കിട്ടാത്തതുകൊണ്ട് പനീർ ചാവൽ മേടിച്ചേ. ഇത് നമ്മൾ കുത്തരിച്ചോറ് കഴിച്ച ശീലമായിട്ട് ഇത് മറ്റേ ഇവരുടെ ബസ്മതി റൈസാണ്. എന്നാലും വേണ്ടില്ല, നല്ല വിശപ്പുള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ക്യാമറാമാനോത്തിയാണ് സാധാരണ എടുക്കാറ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുത്തൊന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ട് അതൊക്കെ അങ്ങനെ ശരിയായിട്ടില്ല എടുത്തത്. അപ്പോൾ കട്ടായിട്ടായിട്ടും കാണുന്നുണ്ടാവുക. ഇനിയെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കേണ്ടിയിരിക്കും. നമ്മൾ കുത്തബ് മിനാർ പോയി, പിന്നെ ലോട്ടസ് ടെമ്പിൾ പോയി, പിന്നെ സരോജിനി മാർക്കറ്റിൽ വെറും 1/2 മണിക്കൂർ ചിലവഴിച്ചു. നമുക്ക് അത്രേ സമയം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. വലിയ പുതുമയൊന്നും തോന്നാത്ത ഒരു കാര്യം പറയട്ടെ. ലോട്ടസ് ടെമ്പിൾ നമ്മൾ പോയി അന്ന് ലീവായിരുന്നു. നമ്മൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ സ്ഥിതി. അങ്ങനെ ഇപ്പോൾ നമ്മൾ കുത്തബ് മിനാർ വന്നിരിക്കുകയാണ്. വെയിലാവുകൊണ്ട് ഫോട്ടോ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റണില്ല. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ എൻ്റെ ഒരു വ്ളോഗിൽ പറഞ്ഞു തന്നു. കുറേ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ട്, പക്ഷെ ഭയങ്കര വെയിൽ, എനിക്ക് വെയിലടിച്ച ശീലമില്ല. അപ്പോൾ എന്താ ഈ കറുത്ത കോട്ടിട്ട ഈ മനുഷ്യൻ നമ്മുടെ ഗ്രൂപ്പിലത്തെ ചേട്ടനാണ്. ഈ ചേട്ടന് ഫോട്ടോസ് എടുത്തു കൊടുക്കലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. എൻ്റെ ക്യാമറാമാനോത്തി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടുന്ന് റീലിട്ട് പൊളിച്ചേനെ. എന്ത് ചെയ്യാം, ഇനി നമ്മൾ വേറെ വഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആവശ്യ സമയത്ത് റീലൊന്നും മനസ്സിൽ വരാത്തത് കൊണ്ട് ചുമ്മാ ഒരു 10 സ്റ്റെപ്പ് നടന്ന് ഒരാളെ കൊണ്ട് എടുപ്പിച്ച ഒരു വീഡിയോ ആണിത്. നമ്മുടെ മഹാകുംഭമേളയുടെ ഇടയിൽ ഒരു മൊണാലിസ എന്ന് പറഞ്ഞൊരു കുട്ടി ഫേമസ് ആയല്ലോ. സത്യം പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ എന്തു ഭംഗിയ പിള്ളേരെ കാണാൻ. അപ്പോഴാണ് നമ്മളെ എടുത്ത് ഏതെങ്കിലും കിണറ്റിലിടണമെന്ന് നമുക്കേ തോന്നുന്നത്. ഇങ്ങനെ നമ്മൾ നാടകം കഴിഞ്ഞ് തിരിച്ച് ചെന്നൈക്ക് പോവുകയാണ്. പോണത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ്. ഭയങ്കര തണുപ്പാട്ടോ, തീരെ പറ്റണില്ല. പിന്നെ ഭയങ്കര ട്രാഫിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴുള്ള വിശേഷങ്ങൾ വിശദമായി പറയാം. എല്ലാവരും കാണുന്നത്. ഒരാഴ്ചത്തെ ഊണില്ല, ഉറക്കമില്ല, നമ്മുടെ ട്രാവലിങ്, അലച്ചിൽ എല്ലാം കൂടെ അങ്ങോട്ട് പോകുമ്പോഴൊരു എനർജി ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ നമ്മുടെ ട്രെയിനിൽ നിന്ന് ഒരു ദിവസം തന്നെ എത്ര ആൾക്കാരെന്ന് അറിയും ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വിൽക്കാൻ നടക്കും. അപ്പോൾ നമ്മൾക്കിത് കണ്ട് നമുക്കിത് മേടിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഓരോന്ന് മേടിച്ചു. ഞാൻ മേടിച്ചതാണ് ഈ മാലയും ആ കാണുന്ന മോതിരവും. അങ്ങനെ ഡൽഹിയിൽ നടന്ന നാഷണൽ മൈക്രോ ഡ്രാമ ഫെസ്റ്റിവൽ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സെൻട്രലിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചെങ്കിലും വീഡിയോ എടുത്തു, പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും ഭയങ്കര ഉറക്കമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ എത്തിക്കിട്ടിയാൽ മതി. ഒന്ന് മര്യാദയ്ക്ക് ഭക്ഷണം, വിശ്രമം എല്ലാവർക്കും ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സെൻട്രലിൽ ഇറങ്ങി പെട്ടെന്ന് ഓട്ടോ എടുത്ത് വീട്ടിലേക്ക് വന്നു. ഡൽഹിയിലത്തെ തണുപ്പ് നമുക്കൊന്ന് സെറ്റായി വന്ന് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ചൂട്. ഒരാഴ്ചത്തെ ട്രെയിൻ യാത്രയും ഡൽഹി വാസവും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കാൻ ആരില്ലെങ്കിലും ഇതാ നമ്മുടെ ഷോഫിൽ കിട്ടുണ്ടാവും. കണ്ടോ സുന്ദരി, എടാ അമ്മ എവിടെ പോയതാ? കണ്ടോ
അവിടെ അമ്മ കുത്തിനിട്ടിട്ട് അമ്മ പോയോ സുന്ദരി? അവിടെ അമ്മ ചുന്ദരി കണ്ടോ? കയറി വരുമ്പോൾ സോഫി കുട്ടീനെ കണ്ടാൽ തന്നെ ഒരു സന്തോഷം.